അഞ്ജലി ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നതിന് ശേഷമാണ് വീട്ടുജോലിയൊക്കെ ചെയ്ത് കുട്ടിയുടെ കാര്യമൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പാചകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അഞ്ജലി തന്നെയാണ് ചെയ്യുന്നത്. അഞ്ജലിയുടെ ഹസ്ബൻഡ് മനു വർക്ക് ഫ്രം ഹോമാണ്. അഞ്ജലി വന്നു കഴിയുമ്പോഴും പോകുമ്പോഴും ഒക്കെ മനു ലാപ്ടോപ്പിൻ്റെ മുന്നിലും മൊബൈലിൻ്റെ മുന്നിലുമൊക്കെയാണ്. അഞ്ജലി ഒരു പരാതിയും പറയാതെ, ഇന്നേ വരെ ഒരു പരാതിയും പറയാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. എന്നാലും അഞ്ജലിയുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അഞ്ജലിക്ക് ചെറിയൊരു വയ്യാഴിക വന്നു. അപ്പോൾ അഞ്ജലി ഒരു ചായ ഉണ്ടാക്കാൻ മനുവിനോട് പറഞ്ഞു. മനു അത് വിട്ടുപോയി, മറന്നുപോയി. അഞ്ജലി വല്ലാത്ത വിഷമം തോന്നി. അഞ്ജലിയുടെ സങ്കടം അത് കണ്ണീരിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നു. മനു ചോദിച്ചത്, ഒരു ചായയ്ക്ക് വേണ്ടിയാണോ നീ ഇങ്ങനെ കരയുന്നത്? അഞ്ജലി കരഞ്ഞത് വെറുമൊരു ചായയ്ക്ക് വേണ്ടിയല്ല. പിന്നെയോ, അഞ്ജലി കരഞ്ഞത് ജീവിതത്തിലെ പല പ്രാവശ്യമുണ്ടായ സ്ട്രഗിൾ അത് മനു മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അഞ്ജലി കരഞ്ഞത് അഞ്ജലിയുടെ ശ്രമങ്ങളെ, അഞ്ജലിയുടെ പരിശ്രമങ്ങളെ, അഞ്ജലി ചെയ്യുന്ന സേവനങ്ങളെ അറിയുകയോ നന്ദി പറയുകയോ അഭിനന്ദിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ടാവാം.